MIT ആണ്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഞങ്ങൾക്ക് ഏതെങ്കിലും ടീച്ചർ MIT ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ MIT PhD കാരനാണ് അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഭയങ്കരമായ ബഹുമാനത്തോടെ MIT. ഇവിടെ നമ്മൾ IIT കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ IIM കിട്ടുകയാണെങ്കിൽ അത് കഴിഞ്ഞാൽ NIT കിട്ടുകയാണെങ്കിൽ ലോകത്തിലോട്ട് MIT കിട്ടുകയാണെങ്കിൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ്. അവിടെ ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഒരല്പം ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാം, ഒരു USB അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലൊക്കെ പാട്ട് കേട്ടാണെങ്കിൽ USB ഇട്ടിട്ട് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിനെ വീണ്ടും ഫോർമാറ്റ് ചെയ്ത് അവന്റെ കാര്യങ്ങൾ അതിലേക്ക് കയറ്റുക? സാർ അറിയില്ല, CD ഇട്ടാലേ അറിയുള്ളൂ. CD ഫോർമാറ്റ് ചെയ്താൽ CD എങ്കിൽ ഞാൻ അത് ചെയ്യും. ഈ കുട്ടിക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. ഉടനെ ഫ്രീ ആയിട്ട് കോഴ്സ് അണ്ടർഗോ ചെയ്യാം. ഈ നിമിഷം ഇവിടെ ഇരുന്നോട്ട് ചെയ്യാം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എക്സലൻസ് അതൊരു ചാലഞ്ചാണ്. എന്തിനുള്ള ചാലഞ്ച്? എക്സലൻസ് നേടിയെടുക്കാനുള്ള ഒരു ചാലഞ്ച്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഒരു എഡ്ജ് എക്സ്ട്രാ. എന്താണ് എഡ്ജ് എക്സ്ട്രാ? ഇതിനൊരു എഡ്ജ് ഇവിടെയുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നടന്നു പോവാണെങ്കിൽ ഇവിടെ ചുറ്റും ഞാൻ കാണിക്കുന്നത് ഒരു എക്സ്ട്രാ എഡ്ജ് കൂടി ഉണ്ടെങ്കിലോ ഞാൻ വീടില്ല, എനിക്ക് പിടിച്ചു വെക്കാം. ആ ഒരു എക്സ്ട്രാ എഡ്ജ് പോലും ഉള്ള ചെറിയ രീതിയിലാണെങ്കിലും വലിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. MIT അല്ലെങ്കിൽ MIT പോലുള്ള ഇഗ്നോവിനെ പോലെയുള്ള ഒരുപാട് വിശ്വവിഖ്യാതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള ഒരു സുഷിരമെങ്കിലും ഇതിൽ ചുമരുകൾക്കുണ്ട്. ഒരു സുഷിരം കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു ലോകം തന്നെ, ഒരു ഗ്രഹം തന്നെ നമ്മൾ കീഴടക്കി കളയാം. അതിനുള്ള ദശമല്ലി, സുഭാഷ്, മറ്റുള്ള എല്ലാവരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു. വിശ്വസിക്കുക, കണ്ടറിയുക, അനുഭവിച്ചിരിക്കുക. അതുപോലെ തന്നെ നല്ല തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ തന്നെയാണ് ഇതിലൂടെ ലോകത്ത് എന്തുണ്ടോ അത് കീഴടക്കി ഈ USB എങ്ങനെയാണോ ഇത് ഫോർമാറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ വീണ്ടും പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒറ്റയ്ക്ക് എങ്ങനെ പഠിക്കാം? ഓട്ടോ ട്യൂട്ടറിംഗ് കേപ്പബിലിറ്റി, സെൽഫ് ലേണിംഗ് കേപ്പബിലിറ്റി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇവിടെയുള്ള ചെറിയ അധ്യാപകർ, പറയുന്നില്ല എങ്കിലും ചെറിയ അധ്യാപകർ മുന്നോട്ടുണ്ട്. നിങ്ങളുടെ കഴിവ് വെച്ച്, നിങ്ങളുടെ കുട്ടികളുടെ കഴിവ് വെച്ച്, അവരുടെ ബുദ്ധിമുട്ട് മാത്രം കോഓപ്പറേറ്റീവ് ലേണിംഗ് ഇവിടെ ടീച്ചിങ് നടക്കുന്നില്ല. ഇവിടെ കോഓപ്പറേറ്റീവ് ലേണിംഗ് ആണ് നടക്കുന്നത്. അങ്ങോട്ട് നമ്മൾ സഹകരിച്ചുകൊണ്ടുള്ള പഠിത്തം. ഞാനിപ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. നിങ്ങൾക്കും അതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പഠിക്കാം. ഇങ്ങനെയുള്ള ഒരു സഹകരണ മനോഭാവത്തിലുള്ള ഒരു പഠിത്തമാണ് ഇവിടെ ഉണ്ടാകുന്നത്. എക്സലൻസ് നേടിയെടുക്കാനുള്ള ഒരു ചാലഞ്ച് നിങ്ങളിലുണ്ടെങ്കിൽ എക്സലൻസ് തന്നെയാണ് ഇതിലുള്ള കേന്ദ്രം. ഒരുപാട് കാര്യങ്ങൾ. ഇനി പാരലൽ ലേണിംഗ് തൽപരമായിട്ടുള്ള നിങ്ങളുടെ കുട്ടികളുണ്ടോ? ഒരു കുട്ടിക്ക് അവന്റെ കഴിവ് എന്താണെന്ന് കണ്ടെത്താനുള്ള കഴിവ്, ട്രെയിനിങ്, പരിശീലനം ലഭിച്ച, ഇപ്പോഴും പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്ന അധ്യാപകർ. അവർ നിങ്ങളുടെ കഴിവ് കണ്ടെത്താൻ നിങ്ങളെ ചുഴന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഒരു ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. എല്ലാ മുഖങ്ങളും ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കും. ഒരു എക്സ്പ്രഷൻ, ഒരു കയ്യിന്റെ ചലനം, നോട്ടം, ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യും ഇവിടുത്തെ ടീച്ചേഴ്സ്. നിശ്ചിതമായ എഡ്യൂക്കേഷൻ. അതിലൂടെ ഞങ്ങൾക്കറിയാം ഒരല്പം നിങ്ങളുടെ മനസ്സ് വായിച്ചെടുക്കാൻ ഒരു അധ്യാപകന് കഴിവുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ സാധ്യമാകും. അതുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ഒരല്പം നിങ്ങളുടെ മനസ്സിലുള്ളത് ഞങ്ങൾക്ക് വായിച്ച് എടുക്കാൻ കഴിഞ്ഞിരിക്കും. അതിനുള്ള പരിശീലനം നേടിയിട്ടുണ്ട്, ഇനിയും നടന്നുകൊണ്ടിരിക്കും. അതിനാൽ നിങ്ങളുടെ കുട്ടികളുടെ കഴിവ്, നിങ്ങളുടെ മനസ്സ് വായിക്കുന്ന വേറൊന്നുമല്ല, നിങ്ങളുടെ കുട്ടികളുടെ എക്സാക്ട് ടേസ്റ്റ് എന്താണ്, അഭിരുചി, ഇഷ്ടം, അഭിരുചി. ഒരു പിതാവ് ഒരു മാതാവ് എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒരു കുട്ടിയുടെ ഇഷ്ടം, അവിടെ ഏറ്റവും നല്ല ഫ്രണ്ട് പഠിക്കുന്ന കോളേജിൽ പോയി പഠിക്കാനാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിരിക്കാം അവന്റെ ഇഷ്ടം. അത് നിങ്ങൾ കണക്കിലെടുക്കണം, നിർബന്ധം. പക്ഷെ അവന്റെ അഭിരുചിയോ, അവനൊരു നല്ല സൈക്കിൾ മെക്കാനിക് ആണ്, അവനൊരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആണ്. നമുക്കറിയാം അവൻ അഭിരുചിതാണ്. ഒരു സൈക്കിൾ അവന്റെ ഫ്രണ്ടിന് ഏത് കണ്ടാലും ഉടനെ അവനറിയാം അതിന് എവിടെയാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് കണ്ടാൽ അവനൊരു കലം വരും. അപ്പൊ നിങ്ങൾക്ക് അവന്റെ അഭിരുചി മനസ്സിലായി, ഇഷ്ടവും മനസ്സിലായി, അഭിരുചിയെ മനസ്സിലായി. നിങ്ങളുടെ കുട്ടിയെ നിങ്ങളറിയാം. വേണമെങ്കിൽ ജോസഫ് സാർ പോലെ അധ്യാപകരുടെ ബുക്കുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയെ അറിയുമോ? മലയാളത്തിൽ അവൈലബിൾ ആണ്, വായിച്ചു. ഒരുപാട് ടെക്നിക്സ്. ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടി മടിയനാണ്, ബുദ്ധിമാനല്ല, ഒന്നിനും കൊള്ളാത്തവരാണെന്ന് നിങ്ങൾ തള്ളി കളയും.
പഠിക്കുന്ന കുട്ടിയെ ഐൻസ്റ്റീൻ ആക്കിയത്, ആൽബർട്ട് ഐൻസ്റ്റീൻ. ബിക്കോസ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയായിരുന്നു. മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തമുണ്ടായിരുന്നു എന്തെന്ന് വിശ്വസിച്ചാൽ എഡിസൺ അദ്ദേഹത്തിന്റെ പാരന്റിനെ വിളിച്ച് പറഞ്ഞു, മേക്ക് ഇറ്റ് എ കോബ്ലർ, ഹി ഈസ് ഫിറ്റ് ഫോർ നത്തിങ് എൽസ്, മേക്ക് ഇറ്റ് എ കോബ്ലർ. എന്താ കോബ്ലർ? ചെരുപ്പുകുത്തി. ഇവനൊരു ചെരുപ്പുകുത്തി ആയിക്കോളൂ, ഒരു പക്ഷേ ഇവന് നല്ല ചെരുപ്പുകുത്തിയായി വളരും. പക്ഷേ ഇവന് വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഇവനെ നന്നാക്കാൻ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു അവന്റെ അധ്യാപകൻ. ആ അധ്യാപകന്റെ പേര് പോലും നമ്മളാരും ഓർക്കുന്നില്ലല്ലോ. പക്ഷേ എഡിസൺ നമ്മളത് ആരും ഓർത്തില്ല. ആ കുട്ടിക്കൊരു പ്രശ്നം മാത്രമുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി, LD എന്ന് പറയും സൈക്കോളജിസ്റ്റിന്റെ ഭാഷ, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിന്റെ ഭാഷ. LD, ലേണിംഗ് ഡിസബിലിറ്റി. ഇതില്ലാത്ത ഒരു കുട്ടികളുമില്ല, ഒരു കുട്ടികളില്ല. എന്റെ അച്ഛൻ എന്നെ 3 എഴുതാൻ പഠിപ്പിച്ചു ചെറുപ്പത്തില്. അച്ഛൻ 3 കുരിയിലായിരുന്നു, കുരിക പറയും. അപ്പൊ ഞാൻ വളരെ എഴുതി, അച്ഛാ ശരിയാ, എന്താ 3 എന്താ 3 ഇതെങ്ങനെ 3 അല്ല അച്ഛാ, അച്ഛൻ എഴുതി 3 ആ എന്നാ ഞാൻ എഴുതി 3 ഒന്നുകൂടെ എഴുതി കാണിച്ചു. ഇങ്ങനെയാണ് എഴുതുക. ആ ശരി, ഇതിപ്പോ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ വീണ്ടും എഴുതി, ഇത് 3 അങ്ങനെ പലവട്ടം അച്ഛൻ പറയുകയും അച്ഛൻ്റെ സ്ലേറ്റ് അടിക്കുകയും അച്ഛൻ്റെ കൈ അടിക്കുകയും പെട്ടെന്ന് ഞാൻ വിട്ടു. അച്ഛൻ്റെ കൈ അടിച്ചപ്പോൾ എന്താണ് വിട്ടത്? പുള്ളിയുടെ സൈക്കിൾ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോഴും പുള്ളിയോട് എനിക്ക് ഇഷ്ടമല്ല, മധുരത്തോട് എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം നിങ്ങളെ ഞാൻ നന്നായി ദിവസവും പല്ല് തേച്ച് വൃത്തിയാക്കി എൻ്റെ പല്ലിന് അത് മൂർച്ചുണ്ടായിട്ടുണ്ട്. അല്ലല്ല, മൂർച്ചുണ്ടായിട്ട് പല്ലിലേക്കാണ് പോകണം, അല്ലെങ്കിൽ കുഴപ്പമില്ലായിട്ട്. അപ്പോൾ അച്ഛനെ കടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എഴുതാനാണ് പ്രശ്നം, ഒരു ലേണിംഗ് ഡിസബിലിറ്റി. ഇതുപോലെ ലേണിംഗ് ഡിസബിലിറ്റി വരുമ്പോൾ ഞാൻ എക്സലന്റ് അല്ലെങ്കിലും ഞാൻ വലിയ മോശമായിരുന്നില്ല. പക്ഷേ സാധാരണ നമ്മുടെ കുട്ടികൾ നമ്മളെന്താ ചെയ്യുമ്പോൾ പഠിക്കില്ല, മണ്ടനാണ്, കൊള്ളില്ല, വാശിക്കാരനാണ് എന്ന് പറയാൻ തല്ലിക്കളയും. ഒരിക്കലും കണ്ടിട്ടില്ല. അവരുടെ ഇഷ്ടവും അഭിരുചിയും നമുക്ക് അളക്കാനറിയില്ല എന്ന് എന്നെ പരിശോധിക്കാൻ ഒരു പാരന്റ് എന്ന നിലയ്ക്ക് ഞാൻ തയ്യാറാണ്. അവരുടെ ഇഷ്ടവും അഭിരുചിയും നമ്മളാണൊക്കെ. ഒരു ചെറിയ പ്രായമാണ്, അഡോളസെന്റ്, 13, 15, 16, 17, 18, യുവാവ് 20, ഇങ്ങനെ പ്രായമായി. ഈവൻ യുവാവായ സമയത്ത് പോലും അവരവരുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ കുട്ടി എൻട്രൻസ് എത്തുമ്പോൾ അവർ തീരുമാനം എടുക്കാനുള്ള മുഴുവൻ ശക്തിയും വന്നിട്ടില്ല. അവരത് വരാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്നൊരു പാരന്റ് നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഓടിപ്പോകാൻ സാധ്യമല്ല ഈ ഉത്തരവാദിത്തം. ഞാനൊരു കാര്യമാണ്. അതിനാണ് ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാനത് നിർത്തുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. എങ്ങനെയാണ് സ്റ്റുഡൻസ് ലേണിംഗ് ഡിസബിലിറ്റി കണ്ടെത്തുക, അവന്റെ അഭിരുചി എങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്യുക, അവന്റെ അഭിരുചി എങ്ങനെയാണ് പോഷിപ്പിക്കുക, അവന് മാക്സിമം അവന്റെ ബുദ്ധി വെച്ച് എത്തിപ്പെടാവുന്ന നിലകളിൽ എങ്ങനെയാണ് അവൻ എത്തിച്ചേരുക എന്നറിയുന്ന അധ്യാപകർ, പാരന്റ്സ് രണ്ടും ഇവർ കൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും അധ്യാപകന്മാർ മാത്രം ഉത്തരവാദിത്തമല്ല, ഒരിക്കലും അധ്യാപകർക്ക് ഉത്തരവാദിത്തം ഇല്ലായ്മയില്ല. രണ്ടും ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. നിങ്ങളുടെ കുട്ടി നന്നാവുക എന്നുള്ളത് ഈ സ്ഥാപനത്തിന്റെ ആവശ്യമാണ്. ഈ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ കുട്ടി നന്നാവുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം അതിലൂടെയാണ് നിങ്ങളുടെ കുടുംബം നന്നാവുന്നത് പറയപ്പെടുന്നത്. പക്ഷെ എങ്ങനെയെങ്കിലും സാങ്കേതിക രംഗത്ത് പ്രവർത്തിച്ച് നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും രീതിയിൽ നേടിയെടുക്കാൻ